എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ വെരിഫൈഡ് ഡാറ്റ ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ആദ്യം തന്നെ lbscenter.in വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കാണാൻ പറ്റും. അതായത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമാണ് നിങ്ങളുടെ ഈ ഒരു വെരിഫൈഡ് ഡാറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു വെരിഫൈഡ് ഡാറ്റ വെബ്സൈറ്റിൽ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ പരിശോധിക്കാവുന്നതും നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും റിമാർക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വെരിഫൈഡ് ഡാറ്റ പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ പരിശോധിക്കുമ്പോൾ അവരുടെ ക്ലെയിമിന് സാധുവായിട്ടുള്ള രേഖകൾ, അതായത് നിങ്ങളുടെ ക്ലെയിം, നിങ്ങൾ എന്താണോ സംവരണ വിവരങ്ങൾ അതായത് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലെയിം അല്ലെങ്കിൽ അപേക്ഷ താൽക്കാലികമായിട്ട്, അതായത് ഈ ഒരു റിജക്റ്റഡ് പ്രൊവിഷണലി അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നുണ്ടാവും, എന്നാൽ അതിൽ റിമാർക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് നിരസിക്കുന്നതായിരിക്കും. അപേക്ഷകരുടെ അപേക്ഷ പരിശോധിച്ചതിന് ശേഷമുള്ള സ്റ്റാറ്റസ് അപേക്ഷകരുടെ ലോഗിൻ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷകർ അത് ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അതിൽ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വയ്ക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു റിമാർക്സ് ആയിട്ട് എന്താണോ കൊടുത്തിട്ടുള്ളത്, അതിൽ എന്താണോ പറഞ്ഞുള്ളത്, ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. തിരുത്തൽ സമയത്ത്, തിരുത്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് ഇന്നാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ തിരുത്തൽ സമയത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാത്തവരുടെ, അതായത് നിങ്ങൾ എന്താണോ റിമാർക്സ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റ് ഈ ഒരു നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ക്ലെയിം, അത് സംവരണ ആ ഒരു അതായത് ക്ലെയിം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എന്നിവ നിരസിക്കുന്നതായിരിക്കും. തിരുത്തൽ സമയം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമാണ് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നൽകുക. അതിനുശേഷം നിങ്ങളത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആ ഒരു വെരിഫിക്കേഷൻ, അതായത് ഈ ഒരു വെരിഫൈഡ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അവിടെ കാണാൻ പറ്റുന്നതാണ്, ഒരു ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലെ എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിക്കുക, എന്തെങ്കിലും ഡീറ്റെയിൽസിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ഏറ്റവും താഴെയായിട്ട് തന്നെ റിമാർക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റിമാർക്സിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്താണ് തെറ്റ് കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ആക്സെപ്റ്റഡ് ഡാറ്റ പരിശോധിച്ച ശേഷം, അതായത് വെരിഫൈഡ് ഡാറ്റ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക്, അപ്പോൾ LBS സെൻറ്റർ അത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് കണ്ടെത്തിയ റിമാർക്സ് എന്നിവ അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾ ഒരു തെറ്റും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിമാർക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അതായത് അതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ക്ലാരിറ്റിയോടുകൂടി ഫോട്ടോ എടുത്ത ശേഷം അതിനെ PDF ആക്കിയിട്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നത് ആണ്. അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഏതാണ്, ഇപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റേത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കൃത്യമായിട്ട്, അതായത് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത ശേഷം അത് നിങ്ങൾക്ക് ഒരു PDF രൂപത്തിലാക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് റിമാർക്സ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്താണോ റിമാർക്സ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അതിനുശേഷം ആഡ് റിമാർക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കണ്ടെത്തിയ റിമാർക്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്താണോ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ റിമാർക്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല, LBS സെൻറ്റർ കണ്ടെത്തിയ റിമാർക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണോ അത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിമാർക്സും ഒന്നും നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല, അതുപോലെ LBS സെൻറ്ററും റിമാർക്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് പരിശോധിച്ച് കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പാക്കിയാൽ മതി. അതിൽ പറയുന്ന ഡീറ്റെയിൽസുകൾ കറക്റ്റാണോ എന്ന് നിങ്ങൾ ഉറപ്പാക്കിയാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ നമുക്ക് ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഏത് ദിവസം വരെയാണ് ഈ ഒരു കാര്യങ്ങൾ അതായത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ആ ഒരു ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്നത് ഇന്നാണ്. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് എറേഴ്സും കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ജൂലൈ 4-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള അവസരം ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 4-ാം തീയതി വരെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ നിങ്ങൾക്ക് തിരുത്താനായിട്ട് അതായത് നിങ്ങളുടെ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും റിമാർക്സോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ റിമാർക്സോ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും അതുപോലെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു അവസരവും നിങ്ങൾക്ക് ജൂലൈ 4-ാം തീയതി വരെയാണ് ലഭ്യമായിരിക്കുക. നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ ഇന്ന് വൈകുന്നേരമല്ല രാത്രി 8 മണിക്ക് ശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.